അപ്പോ നമ്മളിനി പത്രവാർത്തകൾ അല്ലേ? തീർച്ചയായിട്ടും ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്നത്തെ പ്രധാന ലീഡ് എമ്പുരാനായിരിക്കാനാണ് സാധ്യത. തീർച്ചയായും വിവാദങ്ങൾ കത്തിപ്പടർന്ന സാഹചര്യത്തിൽ നമ്മൾ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെ MBA പരീക്ഷയുടെ ചോദ്യപേപ്പർ 71 ഉത്തരക്കടലാസുകളാണ് ചോദ്യം. അപ്പൊ നമുക്ക് പത്രങ്ങളിലേക്ക് കിടക്കാം. ഞാനിപ്പോ ദേശാഭിമാനി എടുത്തിട്ടുണ്ട്. റോഷി, അപ്പൊ നമുക്ക് മനോരമയിലേക്ക് എത്താം. മനോരമയിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്ത എന്താ പരീക്ഷ എന്ന തലക്കെട്ടിൽ ഉത്തരക്കടലാസ് നഷ്ടമായ വാർത്തയാണ് മനോരമ വലിയ ലീഡായി കൊടുത്തിരിക്കുന്നത്. ഉത്തരക്കടലാസ് നഷ്ടം കേരളം മറച്ചുവെച്ചത് 2 മാസം എന്നാണ് പത്രം പറയുന്നത്. ഒടുവിൽ പോലീസിന് പരാതി. VC-യുടെ യോഗം ചൊവ്വാഴ്ച. കേരള സർവകലാശാലയിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് നഷ്ടമായ സംഭവത്തിൽ പുറത്തുവരുന്നത് കടുത്ത അനാസ്ഥ. ഏപ്രിൽ 7-ന് പുനഃപരീക്ഷ നടത്തി ഒരാഴ്ചയ്ക്കകം ഫലം പ്രഖ്യാപിച്ച് തലയൂരാനാണ് ഇപ്പോൾ ശ്രമമെങ്കിലും ഇത് പ്രായോഗികമല്ലെന്ന വാദം ഉയരുന്നു. കഴിഞ്ഞ മെയ്യിൽ നടത്തിയ 3ാം സെമസ്റ്റർ പരീക്ഷയുടെ 2023 മെയ്. നമ്മളിപ്പോ വാർത്ത വായിക്കുന്നത് 2024 മെയ്യിലാണ് പരീക്ഷ. ഇപ്പൊ നമ്മൾ വാർത്ത വായിക്കുന്നത് 2025 മാർച്ച്. ഏപ്രിൽ കഴിഞ്ഞാൽ അടുത്ത മെയ് ആവും. 1 വർഷം എടുത്തു. എന്തായാലും ഈ 2 മാസത്തോളം സർവകലാശാല പേപ്പർ നഷ്ടപ്പെട്ടു എന്ന വിവരം അറിഞ്ഞിട്ടും അനങ്ങിയില്ല എന്നാണ് ഇന്നലെ അധ്യാപകനും നമ്മളോട് പറഞ്ഞത്. അത് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ്. കാര്യത്തിൽ ഒരു തരത്തിൽ നമുക്ക് യോജിക്കാൻ കഴിയില്ല. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം മറ്റൊരു വാർത്ത കൂടി അതിനോടൊപ്പമുണ്ട്. ചോദ്യമല്ല, PSC നൽകിയത് ഉത്തരസൂചിക. അത് കോമഡിയാ. അതായത് പരീക്ഷ റദ്ദാക്കി വീണ്ടും നടത്തും എന്നാണ്. സംഭവം ഇങ്ങനെയാണ്. ചോദ്യപേപ്പറിനു പകരം ഉത്തരസൂചിക നൽകിയതിനെ തുടർന്ന് വകുപ്പ് തല പരീക്ഷ PSC റദ്ദാക്കി. സർവേയർമാർക്ക് സൂപ്രണ്ട് തസ്തികയിലേക്ക് പ്രൊമോഷന് വേണ്ടി ഇന്നലെ നടത്തിയ പരീക്ഷയിൽ പരീക്ഷ എഴുതുന്നവരുടെ സാന്നിധ്യത്തിൽ ഇൻവിജിലേറ്റർമാർ ചോദ്യപേപ്പർ കവർ പൊട്ടിച്ചു. ചോദ്യപേപ്പർ കവർ പൊട്ടിച്ചപ്പോഴാണ് ഉള്ളിൽ ഉത്തരസൂചികയാണെന്ന് മനസ്സിലായത്. ചോദ്യപേപ്പറിന് പകരം ഉത്തരസൂചിക വന്നു. എന്തൊരവസ്ഥ! അത് ഇതെന്താ സംഭവിക്കുന്നത്? അക്ഷരത്തെറ്റുകൾ കണ്ടില്ലേ നമ്മുടെ +2 അത് കവർ മാറി. നമ്മൾ ഈ PSC ചോദ്യം ഉത്തരവും ചോദ്യവും കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ PSC ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ തയ്യാറാക്കുന്ന സമയത്ത് ഉത്തരവും സൂചികയും കൊടുക്കുമ്പോൾ ഇത് കവറിലിട്ടുന്ന മാറിപ്പോഞ്ഞിരും. മാറിപ്പോയാൽ അവിടെ കൊണ്ട് പൊട്ടിക്കുന്നത് ഉത്തരക്കടലാസിന് പകരം ഉത്തരസൂചികയായിരിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. മാതൃഭൂമിയിൽ എന്താ ലീഡ്? മാതൃഭൂമിയിലെ എമ്പുരാൻ തന്നെയാണ്. വെട്ടേറ്റ് എമ്പുരാൻ എന്നാണ്. നല്ല തലക്കെട്ടാണ്. അപ്പോൾ നടപടി RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ സിനിമയ്ക്ക് നേരെ നടത്തുന്ന പ്രതിഷേധങ്ങൾക്കിടെ ബൈലനായിട്ട് മനോരമയിൽ അതിന്റെ തലക്കെട്ട് എമ്പുരാന് 17 വെട്ട് സ്വമേധയാ. ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത മ്യാൻമർ ആണ്. പക്ഷെ ആ വാർത്ത നമ്മുടെ വന്നിരിക്കുന്ന എമ്പുരാൻ സംഘപരിവാർ ഭീഷണി, എമ്പുരാന് വെട്ട്. മാത്രമല്ല സാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതൃഭൂമി പറയുന്നുണ്ട്, ഗോദ്രയും ഗുജറാത്തും എല്ലാം ഒഴിവാക്കും. കാരണം ഈ സിനിമയുടെ മെയിൻ ലീഡ് എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങളാണ്. ഈ ലീഡ് കൊണ്ടാണ് ക്ലൈമാക്സ് വരേക്കും സിനിമ എത്തുന്നത്. ഇപ്പൊ ഈ 17 വെട്ടെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട വില്ലൻ കഥാപാത്രത്തിന്റെ പേരടക്കം വെട്ടുമെന്നാണ് നമ്മൾ അറിയുന്നത്. ബാബാ ബജ്രംഗി. അതെ. അങ്ങനെയെങ്കിൽ ആ സിനിമയുടെ ഒരു എസൻസ് തന്നെ നഷ്ടമാവും. അത് ഏറ്റവും ക്രൂരമായ ഒരു കാര്യമാണിത്. മാത്രമല്ല ആ വില്ലൻ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു സംഭവത്തെ കൂടിയാണ്. നരോദ പാട്ടി എന്ന് പറയുന്ന സംഭവം വലിയൊരു സംഭവമാണ്. ഒരുപക്ഷെ റോഷ് ഓർമ്മിക്കുന്നറിയില്ല, 2002 ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. നരോദ പാട്ടിയ നരോദ ഗാം 2 കേസുകളാണ്. നരോദ ഗാമിൽ 11 പേരും നരോദ പാട്ടിയിൽ 96 പേരും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായ ഒരു പ്രധാനപ്പെട്ട കുറ്റവാളിയാണ് ഈ ബാബാ ബജ്രംഗി. ആ ബാബാ ബജ്രംഗി നേരിട്ട് 70 പേരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 70 പേരെ. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ഓപ്പറേഷൻ ഞെട്ടിക്കുന്നതാണ്. എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നത് കൂടി പറയുന്നുണ്ട്. അതും വളരെ ലാഘവത്തോടു കൂടി പൂക്കളെ കൊല്ലുന്ന രീതിയിലാണ്. അവരെ നമ്മൾ നിരന്തരം കൊന്നു. കുട്ടികളാണെന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പോയി കൊന്ന ബാബാ ബജ്രംഗി എന്ന് പറയുന്ന ഒരു കുറ്റവാളിക്ക് വേണ്ടിയാണല്ലോ ഇത് എന്ന് ആലോചിക്കുമ്പോഴാണ്. മറ്റൊന്ന്, ഇതിപ്പോ ഈ എഡിറ്റ് ചെയ്ത് വരുന്നതിന് മുൻപ് തന്നെ തിയേറ്ററിൽ പോയി പടം കാണാനുള്ള ഒരു വലിയ തള്ളിക്കയറ്റം ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിൽ ഇരട്ടിയായി ബുക്കിങ്ങിന്റെ സ്പീഡ് കൂടി. ഞാനൊക്കെ ഇന്നലെ നോക്കിയിട്ട് കൊച്ചിയിലെങ്കിലും ടിക്കറ്റ് കിട്ടാനില്ല. അനുസാർ നോക്കൂ, കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഇപ്പൊ കുനാൽ കമറയുടെ വിഷയം വന്നു. അത് ഭയങ്കരമായി കത്തിപ്പടർന്നു. കുനാൽ കമറയുടെ ഓഫീസ് ഒരു പൊളിക്കേണ്ട സ്ഥിതിയിലേക്ക് പ്രതാപ്ഗഡിയുടെ വിഷയം വന്നു. ഇപ്പോൾ അത് എമ്പുരാൻ വരുന്നു. ഇന്നലെയാണ് സുപ്രീം കോടതി അതിലൊരു വളരെ സുപ്രധാനമായ നിരീക്ഷണം. രക്തദാഹികളെ വരൂ ഈ പാട്ട് കേൾക്കൂ എന്ന മറ്റുമാണ് ഒരു കവിത. ആ കവിതയെ പോലും ഇന്നലെ എഡിറ്റോറിയൽ, ഹിന്ദുവിന്റെ എഡിറ്റോറിയലും ഒക്കെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യമായി ഇന്ത്യൻ റിപ്പബ്ലിക് മാറുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. അപ്പൊ ഈ 2 വാർത്തകളും പ്രധാന വാർത്തയാണ്. ദേശാഭിമാനി മ്യാൻമർ ആണ്. മരണം 1600 കടന്നു. തകർന്നടിഞ്ഞ് മ്യാൻമർ എന്നാണ്. 100 കണക്കിന് ആളുകൾ മണ്ണിലടിയിലാണ്. 2389 പേർക്ക് പരിക്കുണ്ട്. തായ്ലൻഡിൽ 50-ലേറെ പേരെ കാണാനില്ല എന്നുള്ളതും അതാണ് അവരുടെ ലീഡ്.
10,000-ലേക്ക് കടന്നേക്കാം എന്നുള്ളതാണ് ഒരുപക്ഷെ ഐക്യരാഷ്ട്ര സംഘടനയുടെയൊക്കെ വിവിധ ഏജൻസികളുടെ സാധ്യതാ പഠനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മ്യാൻമാർ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ടത് മാറുകയാണ്. മറ്റൊരു വാർത്ത മനോരമയിലുള്ളത് CPM നിലപാട് പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ടിൽ വരുന്നുണ്ട്. എന്താണെന്നറിയോ? ഗുണമില്ല, ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിൽ മതി എന്ന് പറഞ്ഞാൽ അത് കേരള ഘടകത്തിന്റെ വാദത്തിന് പിന്തുണയേറുന്നു എന്നുള്ളതാണ്. അത് മാറുന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യൻ CPM-ൽ കേരള ഘടകത്തിന് കോൺഗ്രസ് വിരുദ്ധ നിലപാടിന് കിട്ടിയൊരു മേൽക്കൈയായിട്ട് അതിനെ വേണമെങ്കിൽ പറയാം. ഒരു രാഷ്ട്രീയ സ്വീകാര്യതയാണ്. മധുരയിൽ കോൺഗ്രസ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ് കേട്ടോ. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ തുടർന്നാലും അതിലെ മുഖ്യകക്ഷിയായ കോൺഗ്രസിൽ നിന്ന് പാർട്ടിക്കുള്ള വേർതിരിവ് ഇനി മുതൽ കൃത്യമായി രേഖപ്പെടുത്തി മുന്നോട്ടു പോകാൻ CPM തീരുമാനം. മധുരയിൽ ബുധനാഴ്ച തുടങ്ങുന്ന പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലാണ് ഇത് വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പാർട്ടിക്ക് കേരളത്തിൽ തിരിച്ചടിയായെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ കാര്യമായ നേട്ടമുണ്ടായില്ലെന്നും വിലയിരുത്തിയാണ് പുതിയ രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കോൺഗ്രസുമായിട്ട് ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് CPM ഉണ്ടാവില്ല, കേരളത്തിലുണ്ടാവില്ല. അത് ഇന്ത്യ തലത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ ഇനി അതുണ്ടാവും. അപ്പോൾ കോൺഗ്രസിനെതിരെയുള്ള നിലപാടും സ്വീകരിക്കും CPM. പൊതുവെ ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു മാറി നിൽക്കൽ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും മാത്രമല്ല ഇനി ഇന്നലെ എമ്പുരാൻ കണ്ടു മുഖ്യമന്ത്രി എന്ന വാർത്ത മനോരമ ആദ്യ പേജിൽ കുടുംബസമേതം മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. ലാലിനും പൃഥ്വിക്കുമെതിരെ RSS മുഖപത്രം എന്നുകൂടി ഒരു ഭാഗമുണ്ട് കേട്ടോ. ഇന്നലെ വായിച്ചല്ലേ നമ്മൾ ഓർഗനൈസറിൽ. ആ ഓർഗനൈസറിൽ ലേഖനത്തിൽ കലാപത്തിൽ ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നു, രാഷ്ട്രീയ അജണ്ടയാണ് സംവിധായകൻ പൃഥ്വിരാജ് നടപ്പാക്കിയത്, മോഹൻലാലിനെ പോലെ പരിചയസമ്പന്നനായ നടൻ സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്തുന്ന കഥ തിരഞ്ഞെടുത്തത് ദുരൂഹമാണ്, ചരിത്ര വസ്തുതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന് പകരം കലാപ പശ്ചാത്തലം ഉപയോഗിച്ച് സാമൂഹിക ഐക്യത്തിന് ഭീഷണി ഉയർത്തുകയാണ് സിനിമ ചെയ്യുന്നത് എന്നൊക്കെയാണ് വാദം. പൃഥ്വിരാജിനെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലാണ് അതിൽ വിമർശിച്ചിട്ടുള്ളത്. മറ്റ് സിനിമകളിൽ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്ന ജനഗണമന പോലെ സിനിമ ഓർഗനൈസർ എഴുതിയത് പൃഥ്വിരാജിനെ മൊത്തത്തിലൊരു എഴുതിയത് മോഹൻലാൽ അല്ല, അത് സംവിധാനം നിർവഹിച്ചത് മോഹൻലാൽ, അഭിനയിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആർട്ടിക്കിളുകൾ വരുന്നു. ഇതൊക്കെ വളരെ അസ്വസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. മറ്റു നമ്മൾ മാധ്യമത്തിലേക്ക് കൂടി എത്തിയാൽ മാധ്യമത്തിന്റെ ആദ്യ പേജിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത സംഘപരിവാർ ഭീഷണിയിൽ എമ്പുരാന് മോഡിഫിക്കേഷൻ എന്നാണ് കേട്ടത്. മോഡിഫിക്കേഷൻ നല്ല തലക്കെട്ടാണ്. വെട്ടേറ്റ് എമ്പുരാനും കൊള്ളാം, നല്ല തലക്കെട്ടാണ്. അതിൽ നിർമ്മാതാക്കളുടെ തീരുമാനപ്രകാരം ചിത്രത്തിൽ മാറ്റം, പ്രധാന വില്ലൻ ബജരംഗിയുടെ പേര് ഒഴിവാക്കും, ഗുജറാത്ത് കലാപ ദൃശ്യങ്ങൾക്ക് കത്രിക വീഴും തുടങ്ങിയ വാർത്തയ്ക്കപ്പുറം നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട വാർത്തകൾക്കും അപ്പുറം ഒരു വാർത്ത കൂടി മാധ്യമത്തിലുള്ളത്. ഇന്നലെ നമ്മൾ തന്നെ അർജുൻ കല്യാട് ബ്രേക്ക് ചെയ്ത വാർത്തയായിരുന്നു ADM നവീൻ ബാബുവിന്റെ മരണത്തിലുള്ള കുറ്റപത്രം. പ്രതി ദിവ്യ മാത്രം എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കൊലപാതകാരോപണം തള്ളി കുറ്റപത്രം, മരണകാരണം ദിവ്യയുടെ പ്രസംഗം, ഗൂഢാലോചനയില്ല എന്നാണ്. മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ PP ദിവ്യയെ ഏക പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ADMിലേക്കുള്ള യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ എത്തിയ PP ദിവ്യ നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിൽ മനം നൊന്താണ് നവീൻ ബാബു ജീവനൊടുക്കിയതെന്നും അധികാരവും പദവിയും അവർ ദുരുപയോഗം ചെയ്തുവെന്നും കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എന്താ റോഷനി എന്നുള്ളത് എഡിറ്റോറിയലിലേക്ക് കൂടി നമുക്കത് പോകാം. മറ്റ് ഒരു വാർത്തയുള്ളത് IPL വാർത്ത കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെടുത്ത് പങ്കുവെക്കണം. ഗർജനം എന്ന തലക്കെട്ടാണ് കേട്ടോ. ഇന്നലെ മുംബൈക്കെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 36 റൺസിന്റെ വിജയമാണ് നേടിയത്. സായി സുദർശൻ 63 റൺസ്, പ്രസിദ്ധ കൃഷ്ണ 2 വിക്കറ്റ് തിളങ്ങി. ബൗളിംഗിലും ബാറ്റിംഗിലും ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷനിലും ഉൾപ്പെടെ അടിമുടി പിഴച്ചതും മുംബൈ ഇന്ത്യൻസിനെതിരെ 36 റൺസിന്റെ അനായാസ ജയവുമായി ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്ത് ഉയർത്തിയ 197 റൺസ് പിന്തുടർന്ന മുംബൈയുടെ പോരാട്ടം 160 റൺസിൽ അവസാനിച്ചു. ഇമ്പാക്റ്റ് പോരാ എന്നാണ് പത്രം പറയുന്നത്. ഗുജറാത്തിനെതിരായ മത്സരത്തിൽ മുംബൈക്ക് തിരിച്ചടിയായത് ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലെ പിഴവായിരുന്നു എന്ന് പറയുന്നു. മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ അർജന്റീനയിൽ ബ്രസീലിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. പുറത്തായി കോച്ച് ഡോറിവലിനെ ബ്രസീൽ പുറത്താക്കി. ഡോറിവലിന്റെ കാലത്ത് ബ്രസീൽ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. ഒരുപാട് വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയ്ക്കെതിരായ ദയനീയ തോൽവിക്ക് പിന്നാലെ കോച്ച് ഡോറിവൽ ജൂനിയറിനെ പുറത്താക്കി ബ്രസീൽ. ബ്യൂണസ് ഐറിസിൽ നടന്ന മത്സരത്തിൽ 1-2 അല്ല 4-1 അർജന്റീന ബ്രസീൽ ഇപ്പോൾ പരിഗണിക്കുന്നത് കാർലോ ആഞ്ചലോട്ടി റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി. ഗംഭീര കക്ഷിയാണ്. വന്ന ബ്രസീൽ ഒരു വേറെ പൊളി പൊളിക്കും. അപ്പൊ നോക്കാം, അതെ അതൊന്നൊരു ബാധകമല്ല. നമുക്ക് ഒത്ത എതിരാളിയെ കിട്ടുന്നില്ല എന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ അല്ലേ? ഞാൻ ജർമ്മനിയാണ് ശരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് എഡിറ്റോറിയലിലേക്ക് കൂടി പോയാൽ ഇന്ന് ഞായറാഴ്ച ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഒരുപാട് വാർത്തകൾ ഉൾപേജുകളിലുണ്ട്. ഈ തായ്ലൻഡിലൊക്കെ ഈ മരണത്തെ മുഖാമുഖം കണ്ടവരുടെ പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട്. ദൃശ്യങ്ങളൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവുക. കെട്ടിടങ്ങൾ വീഴുന്നതും അതിന് മുകളിൽ നിന്ന് ഈ വെള്ളം
ഒഴുകി വരുന്നതും. ഒരു നഗരം ഇല്ലായിരുന്നു സാർ. അതെ, അതാണ് ഏറ്റവും ഒരു നഗരം പൂർണ്ണമായും ഇല്ലാതായെന്ന് മാത്രമല്ല ആ രാജ്യം തകർന്ന് തരിപ്പണമായി. ആ രാജ്യത്തെ ഇനി ഉയർത്തെഴുന്നേൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത്രയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രാജ്യമാണ്. ദ ഹിന്ദു പത്രത്തിന്റെ തലക്കെട്ട് മ്യാൻമാറിലെ വാർത്തയാണ്. മ്യാൻമാർ എർക്ക്വേക്ക് ടോൾ ക്രോസസ് 1600. 1600 പിന്നിട്ടിരിക്കുന്നു മ്യാൻമാറിലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം. ഓപ്പറേഷൻ ബ്രഹ്മ കിക്സ് ഓഫ്. നമ്മൾ അതിന് സഹായഹസ്തം നീട്ടുന്നതിന് കൊടുത്തിരിക്കുന്ന പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ എന്നാണ്. പ്രൈം മിനിസ്റ്റർ മോഡി റീച്ചസ് ഔട്ട് ടു ജൂണ്ട. എല്ലാവരെയും കണ്ടു, മ്യാൻമാറിലെ ഭരണാധികാരികളുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നമ്മൾ വായിച്ച വാർത്തകളിൽ ഇല്ലാതെ പോയൊരു വാർത്ത, 17 മാവോയിസ്റ്റ് ഗൺ ഡൗൺ ഇൻ ഛത്തീസ്ഗഡ് എന്നുള്ളതാണ്. 17 മാവോയിസ്റ്റ് ഇൻക്ലൂഡിംഗ് 11 women were killed in an anti-Naxal operation conducted by security forces in Chhattisgarh Sukma district on Saturday, according to the police. 4 security personnel were injured എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിൽ തുടർച്ചയായിട്ട് വാർത്ത വരുന്നത് പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് മുമ്പ് നടന്നതാണ് ഓപ്പറേഷൻസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഹിന്ദുവിൽ എംപുരാന്റെ വെട്ടിനെ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, ഫോളോവിംഗ് റൈറ്റ് വിംഗ് ബാക്ക്ലാഷ് മേക്കേഴ്സ് ഓഫ് ലെയിൽ ടു എംപുരാൻ ടു മേക്ക് 17 വോളണ്ടറി കട്ട്സ്. സ്വമേധയാ അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാധാരണ നമ്മൾ സെൻസർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റീസെൻസറിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. അപ്പോൾ റീസെൻസറിങ് ചെയ്യാൻ പറ്റില്ല. പകരം എന്താ ചെയ്യുക, അത് എഡിറ്റ് ചെയ്ത് വേണമെങ്കിൽ മാറ്റാം. ചിലപ്പോൾ പാട്ടിന്റെ ദൈർഘ്യം കൂടിയാൽ നമുക്കറിയാലോ, ഹരികൃഷ്ണൻസ് എന്ന സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സോടെ കൂട്ടിച്ചേർത്ത് അതാണ് വോളണ്ടറി. സ്വമേധയാ നിർമ്മാതാക്കൾക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് റീസെൻസർ ചെയ്യേണ്ടതില്ല. അവിടെ കൊടുത്തൊരു മോഡിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങും, നേരിട്ട് നമുക്ക് പ്രദർശിപ്പിക്കാം. ആ മോഡിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഇനി ബുധനാഴ്ച മുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വോളണ്ടറി കട്ട്സ് ആണ് എന്നാണ് പറയുന്നത്. അതിൽ നിർമ്മാതാക്കൾക്ക് ചില ആശങ്കകളുണ്ട്. കോടികൾ മുടക്കിയതാണ്, പൈസയൊക്കെ കുറെ തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവർ അനാവശ്യ വിവാദത്തിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവരുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ കേരള സർവകലാശാലയിലെ പരീക്ഷ, അതേപോലെ എമ്പുരാന്റെ പരീക്ഷണം, ഇതൊക്കെ ഇന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാലം തന്നെയാണല്ലേ. അപ്പോൾ ഗംഭീരമായ ഒരു വാർത്താ ദിനത്തിലേക്ക് കടക്കുന്നു.